തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മത്സ്യബന്ധനം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. പൊഴിമുഖം മണൽ കയറി അടഞ്ഞതോടെ വള്ളങ്ങൾ കടലിലേക്കിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രാക്ടർ ഉപയോഗിച്ച് ചെറുവള്ളങ്ങൾ കടലിൽ ഇറക്കുന്നതിൽ തൊഴിലാളികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാളെ മുതൽ ശക്തമായ പ്രതിഷേധത്തിനാണ് മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുക്കുന്നത്. മുതലപ്പൊഴിയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഈ പൊഴി അഴിമുഖം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ അഴിമുഖം. ഇതുവഴിയാണ് വലിയ വള്ളങ്ങളും ചെറിയ വള്ളങ്ങളും ഒക്കെ ഇത് പൊഴിമുഖമാണ്. ഇവിടെ നിന്ന് കടലിലേക്ക് ഇതിന് കുറച്ച് അപ്പുറത്താണ് കടലുള്ളത്. ഈ കായലിൽ നിന്ന് വള്ളങ്ങൾ കടലിലേക്ക് പോകുന്ന പൊഴിയാണിത്. ഈ കായലും കടലും ചേരുന്ന സ്ഥലം ഇത് പൂർണ്ണമായും മൂടപ്പെട്ട അവസ്ഥയാണ്. നമുക്ക് അതിന്റെ താഴത്തെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ വലിയ വള്ളങ്ങൾ കടന്നു പോകുന്ന വലിയ ബോട്ടുകൾ കടന്നു പോകുന്ന സ്ഥലമാണ്. വലിയ ആഴം വേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ നമുക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ ഫുട്ബോൾ കളിച്ചുമൊക്കെ ആളുകൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ ഒരു ഭാഗം കുട്ടികളൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ഭാഗം ഇത് മണ്ണ് നിറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും ഇതൊരു മൈതാനം പോലെ മാറിയിരിക്കുന്നു. കാര്യക്ഷമതയുള്ള മെഷീൻ ഉപയോഗിച്ചല്ലേ ഇവിടെ മണൽ നീക്കം നടത്തിയത്. ഇത് തോടുകളിൽ ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് മണൽ നീക്കത്തിന് ഉപയോഗപ്പെടുത്തി. ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ഡ്രഡ്ജർ ഇവിടെ സുഗമമായി ഇവിടെ വരുന്ന മണലൊഴുക്കിന്റെ ക്ഷമത അനുസരിച്ച് ഇവിടെ നമുക്ക് ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയില്ല. ശക്തമായ രീതിയിൽ നീരൊഴുക്കും അടിയൊഴുക്കും മണലൊഴുക്കുമുള്ള ഒരു ഹാർബറാണ് മുതലപ്പൊഴി ഹാർബർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കം നടത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിന് നിന്ന ഉദ്യോഗസ്ഥ മിത്രങ്ങളോട് ഞങ്ങൾ അറിയിച്ചതാണ്. എന്നാൽ അതൊന്നും അവർ മുഖവിലേക്ക് എടുക്കാതെ ഇത് തന്നെ കൊണ്ടിട്ട് ഈ പൊഴി അഴിമുഖം വഴി മത്സ്യബന്ധനത്തിന് പോകുന്നവരെ മുഴുവൻ ഏകദേശം 130-140ഓളം താങ്ങുവിലയിലെ വള്ളക്കാരും ഒരു വള്ളത്തിൽ ഏകദേശം 40-നും 50-നും വരയ്ക്ക് ജോലിക്കാറുണ്ട്. അതേപോലെ തന്നെ ചെറുവള്ളക്കാർ ഏകദേശം 800-900ഓളം ചെറുവള്ളക്കാർ ഓരോ വള്ളത്തിലും 60-ഉം 6-ഉം 7-ഉം ജോലിക്കാരുണ്ട്. അപ്പൊ ഇത്രയും ഈ ജോലിക്കാർ എല്ലാവരുടെയും കുടുംബം പട്ടിണിയിലാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് 6 മീറ്റർ ആഴമുണ്ടെങ്കിലേ നമുക്ക് ഇതുവഴി സുഗമമായി കടലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയൂ. ഇതിന്റെ 6 മീറ്റർ എന്നുള്ളത് ഏകദേശം 4 മീറ്റർ ആയപ്പോൾ തന്നെ കഴിഞ്ഞ 2024 നവംബർ മുതൽ തന്നെ ഉദ്യോഗസ്ഥങ്ങളോട് പറയാണ് ഇവിടെ പിന്നെ ഈ രീതിയിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം ഒന്നും മുഖവിലേക്ക് എടുക്കാതെ ഈ രീതി അവസ്ഥയെ കൊണ്ടാക്കിയത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഈ ഗവൺമെന്റുമാണ്. പട്ടിണിയിലേക്ക് മത്സ്യത്തൊഴിലാളി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ 177ഓളം താങ്ങുവില വള്ളങ്ങളും 500-ൽ പരം ചെറുവള്ളങ്ങളുമാണ് മുതലപ്പൊഴിയെ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ആശ്രയിച്ചു വന്നിരുന്നത്. അതിൽ തന്നെ 100-ലേറെ വള്ളങ്ങൾ ഇപ്പോൾ കായലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് കടലിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഒരു വള്ളത്തിൽ തന്നെ 40ഓളം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും ഇതിനെ ആശ്രയിക്കുന്ന മറ്റ് മേഖലകളിൽ നിന്നുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ ഇതിനെ ആശ്രയിച്ചാണ് വരുമാനം കണ്ടെത്തുന്നത്. അവരുടെ ജീവിതം ആകെ സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലാണ് മുതലപ്പൊഴിയുടെ അവസ്ഥ. ഈ അവസ്ഥയിൽ എന്താണ് മുതലപ്പൊഴിയുടെ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർക്ക് വർഷങ്ങളായി ആരംഭിക്കുന്നത്. 2015 ഒരു ബോഡി കല്ലിന്റെ ഇടയിൽ കയറിയപ്പോൾ അന്ന് ഇവിടെ കളക്ടർ വന്ന് പറഞ്ഞത് മണൽ നീക്കുമെന്നാണ്. 2025 ആകുമ്പോഴും നമ്മൾ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇവിടെയുള്ളത്. മുതലപ്പൊഴി അപകടപ്പൊഴിയെ നമ്മൾ പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ പൊഴിമുഖത്ത് വള്ളങ്ങൾ കടന്നു പോകുമ്പോൾ ഇവിടെ വലിയ ചുഴിയിൽപ്പെട്ട് അപകടമുണ്ടാവുകയാണ് പതിവ്. പക്ഷേ ആ മുതലപ്പൊഴിയിലെ ആ പൊഴിമുഖത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതുവഴി ഈ കടലിന്റെ ഭാഗമാണത്. ഇവിടെ കൂടി നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നിരവധി ആളുകൾ ഇവിടെ വന്നുപോകുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കൂടി ഇത് മാറുന്നു. പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം ചെറുതല്ല. ഈ പൊഴിമുഖത്ത് നിന്ന് പൂർണ്ണമായും മണൽ നീക്കം ചെയ്താൽ മാത്രമേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് കടന്ന് വള്ളങ്ങളുമായി ചെറുവള്ളങ്ങളും വലിയ വള്ളങ്ങളായാലും കടന്ന് കടലിലേക്ക് പോകാൻ കഴിയൂ. അതിന് കഴിയാത്ത രീതിയിലാണ് ഇവിടെ മണൽ കുന്ന് തന്നെ രൂപപ്പെട്ടിരിക്കുന്നത്.